നമസ്കാരം. നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവിനെ കുറിച്ച് കോൺഗ്രസിന്റെ ഒരു പ്രമുഖ നേതാവ് ദീപ്തി മേരി വർഗീസ് ചില അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അത് കേട്ടപ്പോൾ കൃത്യമായിട്ടും ഇത്രയും അളന്നു തൂക്കി കൃത്യമായിട്ട് രാജീവിനെ കുറിച്ച് പറഞ്ഞല്ലോ എന്നതാണ് പലരും ഇപ്പോൾ അഭിപ്രായങ്ങൾ പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ ആ വാർത്തകൾ കണ്ടതിന് ശേഷം അഭിപ്രായം പറയുന്നത് അങ്ങനെയാണ്. രാജീവ് ദീപ്തി മേരി വർഗീസിനെ ചൊറിഞ്ഞുകൊണ്ട് ചില വർത്തമാനങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അതിലേറ്റവും പ്രധാനമെന്നത് അത് പറയാൻ കാരണമായത് ദീപ്തി മേരി വർഗീസ് ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. തന്നെ CPM-ലേക്ക് ക്ഷണിച്ചിരുന്നു. EP ജയരാജനും ദല്ലാൾ നന്ദകുമാറും കൂടെ ചേർന്ന് തന്നെ CPM-ലേക്ക് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുന്നോടിയായി തന്നെ ക്ഷണിച്ചിരുന്നു. ഒരുപാട് ഓഫറൊക്കെ തന്നുകൊണ്ടാണ് തന്നെ ക്ഷണിച്ചത് എന്ന് പറഞ്ഞിരുന്നു. അത് വെച്ചുകൊണ്ട് പി രാജീവ് ചില അഭിപ്രായങ്ങൾ പറഞ്ഞു. ആ അഭിപ്രായങ്ങൾക്ക് മറുപടിയായിട്ടാണ് ഇപ്പോൾ ഈ ദീപ്തി മേരി വർഗീസ് KPCCയുടെ ജനറൽ സെക്രട്ടറിയും മഹിളാ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവുമായ കേരളത്തിലെ ഏറ്റവും പ്രമുഖയായ, മാത്രമല്ല അവർ ചാനലിൽ വന്ന് കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുന്ന ആളും കൂടെ, വക്താവും കൂടെയാണ്. എന്തായാലും പി രാജീവിനെ കുറിച്ച് ദീപ്തി മേരി വർഗീസ് പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ ആർഷവുമാണ് അന്നത്തെ പി രാജീവ്. എല്ലാം ഒരേപോലെ തന്നെയാണ് വളർന്നു വരുന്നത്. പി രാജീവിനെ ഇവിടെ വ്യവസായ മന്ത്രിയായ ശേഷം മാത്രമല്ല എനിക്ക് പരിചയമുള്ളത്. ദീപ്തി വർഗീസ് പറയുകയാണ്, 1990-കളിൽ മഹാരാജാസ് കോളേജിൽ അദ്ദേഹം വന്നിരുന്നത് വ്യവസായ മന്ത്രി ആയിട്ടല്ല. ഇന്ന് സിദ്ധാർത്ഥനെ കുറിച്ചും SFIയുടെ ഇടിമുറികളെ കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അന്ന് മഹാരാജാസ് കോളേജിൽ വിദ്യാർത്ഥിയല്ലാത്ത DYFI നേതാവ് പി രാജീവ് എന്തിനാണ് കോളേജിലെ ഇടിമുറികളിൽ വന്നിരുന്നത്? യൂണിയൻ ഓഫീസിൽ വന്നിരുന്നത് എന്തിനൊക്കെയാണെന്ന് വ്യക്തമായിട്ട് നമുക്കറിയാം. അന്ന് ഞാൻ മഹാരാജാസ് കോളേജിലെ KS യൂണിന്റെ യൂണിറ്റ് പ്രസിഡന്റാണ്. അന്ന് ഞാൻ ഉൾപ്പെടെയുള്ള പെൺകുട്ടികളെ തെരഞ്ഞെടുപ്പിന് ശേഷം ക്രൂരമായി ആക്രമിക്കുന്നതിനും മർദ്ദിക്കുന്നതിനും SFIക്ക് കൃത്യമായ ക്ലാസ് നടത്തിയിരുന്ന വ്യക്തിയാണ് പി രാജീവ്. കോളേജുകളിൽ എങ്ങനെയാണ് സിദ്ധാർത്ഥന്മാരെ സൃഷ്ടിക്കേണ്ടത് എന്ന് ക്ലാസ് എടുത്തിരുന്നയാൾ. അദ്ദേഹം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിയായി വളർന്നത് എന്നൊക്കെ എനിക്ക് കൃത്യമായി തന്നെ അറിയാം. ആ ചരിത്രമൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്നാണ് ദീപ്തി മേരി വർഗീസ് പറയുന്നത്. മന്ത്രിയായ ശേഷം അദ്ദേഹം അച്ചടി ഭാഷയിൽ വളരെ അച്ചടക്കത്തോടെ സംസാരിക്കുന്നുണ്ടെങ്കിലും അന്ന് പെൺകുട്ടികളെ ഉൾപ്പെടെ അദ്ദേഹം വിളിച്ചിരുന്നത് ഇന്ന് ആർട്ട് ഷോ വിളിക്കുന്ന അതേ ഭാഷയിൽ തന്നെയായിരുന്നു. ആർട്ട് ഷോയേക്കാൾ വലിയ ഭീകരതയാണ് അന്ന് മഹാരാജാസ് കോളേജിൽ പി രാജീവ് സൃഷ്ടിച്ചിരുന്നത്. സത്യത്തിൽ അദ്ദേഹം ഒരു ഡമ്മി മന്ത്രിയാണ്. ഇപ്പോൾ അദ്ദേഹം ഒരു ഡമ്മി മന്ത്രിയാണ് എന്നാണ് CPM-ൽ നടക്കുന്നത് എന്നും എന്താണ് CPM-ൽ നടക്കുന്നതെന്നും അദ്ദേഹത്തിന് അറിയില്ല. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് EP ജയരാജൻ വന്ന് സംസാരിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് അറിയില്ല എന്ന് പറഞ്ഞത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ സമുദായത്തിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയുടെ പേര് മതിലുകളിൽ എഴുതി വയ്പ്പിച്ചു. അദ്ദേഹം തന്നെയാണ് എഴുതി വയ്പ്പിച്ചത്. അയാളെ സ്ഥാനാർത്ഥിയാക്കാതിരിക്കാൻ അദ്ദേഹം തന്നെ അവതരിപ്പിച്ച ആളായിരുന്നു ആർക്കും അറിയാത്ത ഒരു ഡോക്ടർ ജോ. രാജീവിന് അദ്ദേഹത്തിൻ്റെതായ താല്പര്യങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ടായിരിക്കാം EP ജയരാജനെ പോലുള്ള മുതിർന്ന നേതാക്കൾ വന്ന ചർച്ച നടത്തുന്നത് പോലും അറിയാതെ പോകുന്നത്. ഇതൊന്നും അദ്ദേഹത്തിന്റെ കുറ്റമല്ല. അത്ര വില മാത്രമേ CPM നേതൃത്വം അദ്ദേഹത്തിന് കൊടുക്കുന്നുള്ളൂ എന്നുകൊണ്ടാണ് പിണറായി വിജയൻ പറയുന്നത് അനുസരിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മരുമകൻ മന്ത്രി പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരു ഡമ്മി മന്ത്രി മാത്രമാണ് രാജീവ് എന്ന് ദീപ്തി വർഗീസ് പറയുന്നുണ്ട്. എന്തായാലും രാജീവ് നമുക്കറിയാം ഒരു കാലത്ത് SFI ഗൂണ്ടയായിരുന്നു, CPM DYFIയുടെയും ഗൂണ്ടയായിരുന്നു എന്നാണ് ഇപ്പോൾ ദീപ്തി വർഗീസ് പറയുന്നത്. കൃത്യമായ ചില കണക്കൂട്ടുകൾ അക്കാലഘട്ടത്തിൽ കോളേജിൽ പഠിക്കുമ്പോൾ അവിടെ വിദ്യാർത്ഥി അല്ലാത്ത രാജീവ് വന്നത് എന്തിനാണെന്ന് ചോദിക്കുകയും അദ്ദേഹം അവിടെ ഈ ഇടിമുറികളിൽ വന്നിരുന്ന് SFI ആൾക്കാരെ ഗൂണ്ടാപ്പണി ഏൽപ്പിക്കുന്നതിന്റെ ചുമതല ഇദ്ദേഹത്തിനായിരുന്നു എന്നും ഇപ്പോൾ ദീപ്തി വർഗീസ് പറയുന്നു. ഇന്നത്തെ ആർഷവുമാണ്, അതിനേക്കാളും അതിന്റെ അപ്പനായിരുന്നു രാജീവ് എന്നാണ് ദീപ്തി പറഞ്ഞു വയ്ക്കുന്നത്.